ദേ മോളെ നല്ല ബീഫുണ്ട്. ഡെയിലി ഇത് പറയും. ഞാനവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഞാൻ ഒരു ദിവസം ദേഷ്യം പിടിച്ചാൽ പറയും, ഓക്കെ ശശിയുടെ ഒരു പ്ലേറ്റ് പാക്ക് ചെയ്യൂ, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്, അവിടെ കൊണ്ടേ കൊടുക്കട്ടെ എന്ന്. അവിടെ കൊണ്ടേ കൊടുത്തപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ കഴിച്ചു, നല്ല രുചിയുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ടേസ്റ്റ് നോക്കല്ലേ. അങ്ങനെ ടേസ്റ്റ് നോക്കി പിന്നെ എടുക്കും. അപ്പൊ അങ്ങനെയാണ് ചേച്ചി നമ്മുടെ കോഴീനെ ഇതുപോലെ തന്നെ കൊന്ന് കഴിക്കുന്നു. ഫിഷ് ആണെങ്കിൽ അതും ജീവനുള്ള സാധനമാണ്. വിഷമാണത്, വിഷമുണ്ട്. ഞാൻ പക്ഷെ കഴിച്ചു പോകുന്നതാ. അപ്പൊ ഇപ്പൊ പിന്നെ എല്ലാരും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പശുവിനെയും പോത്തിനെയും നമ്മൾ ദൈവികമായിട്ട് കാണേണ്ടതാണ്, കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ചേച്ചിക്ക് കേൾക്കുമ്പോ ഒരു ഇതേ ഉള്ളൂ, പക്ഷെ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ വളരെ ദുഃഖത്തോടെയാണ് കഴിക്കുന്നത്. പക്ഷെ രുചിയുടെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ ബീഫ് അല്ല കഴിക്കുന്നത്. ഞാൻ അതിലെ ബീഫിന്റെ രുചിയല്ല ആസ്വദിക്കുന്നത്, അതിലുള്ള മസാലയുടെ, അതിലിടുന്ന നല്ല മസാല, നല്ല സ്പൈസസ് ഒക്കെ ഇടുന്നത്, ആ രുചിയാണ് ഞാൻ. മട്ടനെന്താ ജീവനില്ലേ? ആടിനെന്താ ജീവനില്ലേ? അതൊക്കെ കഴിക്കുമ്പോ എനിക്ക് വിഷമുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷെ അതിന്റെ മസാല, അതിന്റെ മസാല കഴിക്കുക.